മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ അപ്പാനി ശരത്ത് ആദിലയോട് മാപ്പ് ചോദിച്ച് പൊട്ടിക്കരയുകയാണ്. അപ്പാനിയും ആദിലയും നൂറയും തമ്മിൽ ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ടായിരുന്നു. അപ്പാനി പലതവണയും അവർക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുന്നത് നമ്മുടെ ലൈവിൽ കണ്ടതാണ്. അതുപോലെ തന്നെ അപ്പാനി ആദിലേനെയും നൂറയും വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സിസ്റ്റർ ബ്രദർ ബോണ്ടിലൂടെ പോകുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും ആ വഴക്കിനിടയിൽ ശരത്ത് ആരും കേൾക്കാൻ പാടില്ലാത്ത ഒരു തെറി ആദിലേനെ വിളിക്കുകയും ചെയ്തേ. ആ ഒരു സംഭവം ആദിലയ്ക്കും നൂറയ്ക്കും ഒരുപോലെ വേദനയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവർ തമ്മിൽ വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ശരത്ത് അന്ന് തന്നെ ആദിലയോട് മാപ്പ് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ആദിലയ്ക്ക് അതൊരു ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ആ ഒരു സംഭവത്തോടു കൂടി ആദിലയ്ക്ക് ശരത്തിനോട് ഒരു വെറുപ്പായിരുന്നു. എന്നാൽ ഇന്ന് ആദിലയെ വിളിച്ചിരുത്തി ശരത്ത് സംസാരിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, പൊട്ടിക്കരയുന്നു. എനിക്ക് അബദ്ധം പറ്റിയതാണ്, ആ ഒരു നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ശരത്ത് പറയുന്നു. ക്ഷമിക്കുന്നതും ക്ഷമിക്കാത്തതും ആദിലയുടെ ഇഷ്ടം. എന്നാൽ ആദില പറയുന്നത് ഒറ്റയ്ക്ക് കളിക്കണം, ഗ്രൂപ്പായിട്ട് കളിച്ചാൽ കാര്യമില്ല. അക്ബറിൻ്റെ ഉമ്മ വിളിച്ചപ്പോഴും ഒറ്റയ്ക്ക് കളിക്കാനാണ് അക്ബറിനോട് പറഞ്ഞത്. ഇപ്പോൾ വൈൽഡ് കാർഡ് വന്നപ്പോഴും അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ്. അക്ബർ ശരത്തിനെ മുന്നിൽ നിർത്തി കളിക്കുകയാണ്. അക്ബറിന് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയാം. നിങ്ങളും ഒറ്റയ്ക്ക് കളിക്ക്, ആ ഗ്രൂപ്പിസം നിർത്തുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. പുറത്തിറങ്ങി സിനിമ വേണം, അതിനുവേണ്ടി സിനിമ ഫീൽഡിലുള്ളവരെ ഫ്രണ്ട്സാക്കി വെക്കണമെന്നൊന്നുമില്ല. ഒറ്റയ്ക്ക് കളിച്ചാൽ നിങ്ങൾക്ക് നല്ലതെന്ന് ആദില ശരത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ശരത്ത് അത് മനസ്സിലായോ ഇല്ലയോ, ശരത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ശരത്ത് എന്തിനാണ് ഇങ്ങനെ മാപ്പ് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ഉള്ളൊരു സംശയം. 3 സാധ്യതകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് പറഞ്ഞതാവാം ഒരു മാപ്പ്, കാരണം അനീതിയായിട്ട് കണ്ടതാണല്ലോ. അതുമല്ലെങ്കിൽ അഭിനയിച്ചതാവാം, കാരണം ശരത്ത് ഒരു നല്ല ആക്ടറാണല്ലോ. ഇതൊന്നുമല്ലെങ്കിൽ മൂന്നാമത് എലിമിനേഷനിൽ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ശരത്തിൻ്റെ നിലനിൽപ്പിനെ ഇത് ബാധിക്കുമെന്ന് കൊണ്ട് തന്നെ വോട്ടിന് വേണ്ടി ചിലപ്പോൾ ആദിലയോട് മാപ്പ് പറഞ്ഞതാവാം. ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ആദില പറയുന്നത് കേട്ട് ശരത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി വീണ്ടും വരാം.